വെൽക്കം ടു ഫാർമ ഫോക്കസ്. ഈ ചാനലിൽ ബി ഫാം ക്ലാസുകൾ മലയാളത്തിൽ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സിലബസ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ ആണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ കണ്ടന്റ്സിന് വേണ്ടി പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് നമ്മൾ ബി ഫാം 8th സെമസ്റ്റർ റിസർച്ച് മെത്തഡോളജി ആൻഡ് ബയോസ്റ്റാറ്റിസ്റ്റിക്സിൽ ടെസ്റ്റ് ഫോർ സിഗ്നിഫിക്കൻസ്, പി വാല്യൂ, ടൈപ്പ് 1 and 2 എറേഴ്സ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ്. It helps determine whether the observed difference or relationship in a sample reflects a true effect in population or occurred by chance. ഒരു സാമ്പിളിലുള്ള ഒബ്സർവ് ഡിഫറൻസ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ബൈ ചാൻസ് ഒക്കർ ചെയ്താണോ ആ പോപ്പുലേഷൻ്റെ ട്രൂ എഫക്റ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നതാണോ എന്ന് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ്. സിഗ്നിഫിക്കൻസ് ലെവൽ അത് ആൽഫ യൂസ് ചെയ്തിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇറ്റ് റെപ്രസെൻറ്റ് ദ ത്രെഷോൾഡ് ഫോർ റിജക്റ്റിംഗ് ദ നൾ ഹൈപ്പോത്തിസിസ് H0. ഒരു എക്സ്പെരിമെൻറ്റ് ബിഗിൻ ചെയ്യുന്നതിന് മുൻപ് തന്നെ അതിൻ്റെ സിഗ്നിഫിക്കൻസ് ലെവലിനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇറ്റ് ഇൻഡിക്കേറ്റ് ദ പ്രോബബിലിറ്റി ഓഫ് റിജക്റ്റിംഗ് H0 വെൻ ഇറ്റ് ഈസ് ആക്ച്വലി ട്രൂ. ടൈപ്പ് 1 എററിൻ്റെ പ്രോബബിലിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് ലെവൽ യൂസ് ചെയ്യുന്നത്. കോമൺ ആയിട്ട് 2 സിഗ്നിഫിക്കൻസ് ലെവലാണ് യൂസ് ചെയ്യുക. ആൽഫ 5% അല്ലെങ്കിൽ 1%. ആൽഫ 0.05 അതായത് 5% ആണെങ്കിൽ ഒരു ട്രൂ നൾ ഹൈപ്പോത്തിസിസിനെ റോങ്ലി റിജക്റ്റ് ചെയ്യാൻ 5% റിസ്ക് ആണുള്ളത്. ആൽഫ 1% ആണെങ്കിൽ 1% റിസ്ക് ആണുള്ളത്. അപ്പോൾ അവിടെ സ്ട്രോങ് എവിഡൻസ് റിക്വയർഡ് ആണ് നൾ ഹൈപ്പോത്തിസിസിനെ റിജക്റ്റ് ചെയ്യണമെങ്കിൽ. ഒരു സ്റ്റഡി നമ്മൾ കണ്ടക്ട് ചെയ്യുക, അതിൻ്റെ സിഗ്നിഫിക്കൻസ് ലെവൽ 0.05 അല്ലെങ്കിൽ 5% ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? റിയാലിറ്റിയിൽ അങ്ങനെ ഒരു എഫക്റ്റ് ഇല്ലെങ്കിലും ആ എഫക്റ്റ് ഉണ്ട് എന്ന് കൺക്ലൂഡ് ചെയ്യാൻ അവിടെ 5% ചാൻസ് ആണുള്ളത്. ഡിസിഷൻ റൂൾ യൂസിങ് പി വാല്യൂ. പി വാല്യൂവിനെയും ആൽഫേനെയും തമ്മിൽ കമ്പയർ ചെയ്യുക. പി വാല്യൂ ആൽഫേനെക്കാട്ടിലും കുറവോ ഈക്വൽ ആണെങ്കിൽ നൾ ഹൈപ്പോത്തിസിസിനെ റിജക്റ്റ് ചെയ്യും. എഫക്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആണ്. പി വാല്യൂ ആൽഫേനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ H0 ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ആ എഫക്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പോൾ ഇതിൻ്റെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് പി വാല്യൂ ഈസ് ലെസ് ദാൻ സിഗ്നിഫിക്കൻസ് ലെവൽ ഇറ്റ് ഇൻഡിക്കേറ്റ് ദാറ്റ് എവിഡൻസ് ഇൻ യുവർ സാമ്പിൾ ഈസ് സ്ട്രോങ് ഇനഫ് ടു റിജക്ട് ദ നൾ ഹൈപ്പോത്തിസിസ് ആൻഡ് കൺക്ലൂഡ് ദാറ്റ് ഒബ്സർവ്ഡ് എഫക്റ്റ് ഈസ് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻറ്റ് അറ്റ് പോപ്പുലേഷൻ ലെവൽ. പി വാല്യൂ സിഗ്നിഫിക്കൻസ് ലെവലിനെക്കാട്ടിലും കുറവാണെങ്കിൽ നൾ ഹൈപ്പോത്തിസിസ് റിജക്റ്റ് ചെയ്യാനുള്ള നമ്മുടെ സാമ്പിളിൻ്റെ എവിഡൻസ് സ്ട്രോങ് ആണ്. അതായത് കൺക്ലൂഡ് ചെയ്യുക എങ്ങനെയാണ്? ഒബ്സർവ്ഡ് എഫക്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആണ് എന്നാണ് അവിടെ കൺക്ലൂഡ് ചെയ്യുന്നത്. ടെസ്റ്റ് ഫോർ സിഗ്നിഫിക്കൻസ്. സ്റ്റാറ്റിസ്റ്റിക്സിലെ സാമ്പിൾ ഡാറ്റയെ ബേസ് ചെയ്ത് ഒരു ഹൈപ്പോത്തിസിസ് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്ന് ഡിസൈഡ് ചെയ്യുന്ന മെത്തേഡിനെയാണ് ടെസ്റ്റ് ഫോർ സിഗ്നിഫിക്കൻസ് എന്ന് പറയാം. ഈ ടെസ്റ്റ് ഒരു സാമ്പിളിലുള്ള ഒബ്സർവ് ഡിഫറൻസ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബൈ ചാൻസ് ഒക്കെ ഇതാണോ റിയൽ ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പർപ്പസിനുള്ള ടെസ്റ്റിനെയാണ് ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് ടെസ്റ്റ് എന്ന് പറയുക. ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്താ? ടു ഫൈൻഡ് ഔട്ട് വെദർ ദ റിസൾട്ട് ഒബ്റ്റെയിൻഡ് ഫ്രം ദ സാമ്പിൾ ഈസ് സിഗ്നിഫിക്കൻറ്റ് ഇനഫ് ടു ബി ജനറലൈസ് ടു ദ പോപ്പുലേഷൻ. ഈ സിഗ്നിഫിക്കൻസ് ടെസ്റ്റിങ്ങിൽ മെയിനായിട്ടും 5 സ്റ്റെപ്പാണുള്ളത്. സ്റ്റേറ്റ് ദ റിസർച്ച് ഹൈപ്പോത്തിസിസ് അല്ലെങ്കിൽ H1. ആ ഒരു റിസർച്ചർക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടതെന്ന് എക്സ്പ്രസ് ചെയ്യുന്ന ഹൈപ്പോത്തിസിസിനെ ഫോർമുലേറ്റ് ചെയ്യുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സ്റ്റേറ്റ് ദ റിസർച്ച് ഹൈപ്പോത്തിസിസ്. സ്റ്റേറ്റ് ദ നൾ ഹൈപ്പോത്തിസിസ്. സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസോ റിലേഷൻഷിപ്പോ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് അസ്യൂം ചെയ്യുന്ന ഹൈപ്പോത്തിസിസിനെ ഫോർമുലേറ്റ് ചെയ്യുക. അതായത് സ്റ്റേറ്റ് ദ നൾ ഹൈപ്പോത്തിസിസ് H0. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. അതിനുശേഷം ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൽഫേനെ സെലക്ട് ചെയ്യുക. ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള പ്രോബബിലിറ്റി ഓഫ് എറർ ചൂസ് ചെയ്യുക. നോർമലി 5% അല്ലെങ്കിൽ 1% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അടുത്ത സ്റ്റെപ്പാണ് സെലക്ട് ആൻഡ് കമ്പ്യൂട്ട് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ്. ഒരു അപ്രോപ്രിയേറ്റ് ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസിന് അപ്ലൈ ചെയ്യാം. ടി ടെസ്റ്റ് ഉണ്ട്, സെറ്റ് ടെസ്റ്റ് ഉണ്ട്, കൈ സ്ക്വയർ ടെസ്റ്റ്, എഫ് ടെസ്റ്റ് ഒക്കെ ഉണ്ട്. ഡാറ്റ ടൈപ്പിനെയും റിസർച്ച് ഡിസൈനിനെയും ഡിപ്പെൻഡ് ചെയ്ത് അപ്രോപ്രിയേറ്റ് ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസിന് അപ്ലൈ ചെയ്യാം. അതിനുശേഷം റിസൾട്ടിനെ ഇൻ്റർപ്രിറ്റ് ചെയ്യാം. കമ്പയർ ദ കാൽക്കുലേറ്റഡ് വാല്യൂ വിത്ത് ക്രിട്ടിക്കൽ വാല്യൂ ഓർ പി വാല്യൂ. പി വാല്യൂ ആൽഫേനെക്കാട്ടിലും കുറവോ ഈക്വലോ ആണെങ്കിൽ H0 റിജക്റ്റ് ചെയ്യും. പി വാല്യൂ ആൽഫേനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ H0 ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് പ്രോസസ് ഓഫ് സിഗ്നിഫിക്കൻസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ടൈപ്പ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹെൽപ്പ് ഡിറ്റർമിൻ ദ സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് എ പാരാമീറ്റർ ഇൻ എ ഗിവൺ ഡാറ്റ സെറ്റ്. ഒരു ഗിവൺ ഡാറ്റ സെറ്റിൽ ഒരു പാരാമീറ്ററിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസിനെ ഡിറ്റർമിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ടെസ്റ്റാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ്.
അത് മെയിൻലി 2 ടൈപ്പാണുള്ളത്. 1 tailed ഉണ്ട്, 2 tailed ഉണ്ട്. 1 sided അല്ലെങ്കിൽ 2 sided ടെസ്റ്റ് എന്നും പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ ആണ് 1 tailed ടെസ്റ്റ്. 1 tailed ടെസ്റ്റ് used when the deviation in one direction from a benchmark value is theoretically possible or meaningful. ബെഞ്ച്മാർക്ക് വാല്യൂന്ന് ഒരു ഡയറക്ഷനിലോട്ട് ഡീവിയേഷൻ തിയറിറ്റിക്കലി പോസിബിൾ ആകുമ്പോൾ അല്ലെങ്കിൽ മീനിങ് ഫുൾ ആവുന്ന കണ്ടീഷനിലാണ് 1 tailed ടെസ്റ്റ് യൂസ് ചെയ്യുക. ഇവിടെ ക്രിട്ടിക്കൽ അല്ലെങ്കിൽ റിജക്ഷൻ റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ടെയിലിൽ മാത്രമാണ് ലൈ ചെയ്യുന്നത്. ഇറ്റ് ചെക്ക് ഓൺലി 1 ഡയറക്ഷൻ ഓഫ് ഡിഫറൻസ്. ഡിഫറൻസിൻ്റെ ഒരു ഡയറക്ഷൻ മാത്രമാണ് ചെക്ക് ചെയ്യുള്ളൂ. ഒന്നെങ്കിൽ ഇൻക്രീസ് ആയിരിക്കും അല്ലെങ്കിൽ ഡിക്രീസ് ആയിരിക്കും. അത് തന്നെ 2 ടൈപ്പ് ഉണ്ട്. റൈറ്റ് ടെയിൽഡ് ടെസ്റ്റും ഉണ്ട്, ലെഫ്റ്റ് ടെയിൽഡ് ടെസ്റ്റും ഉണ്ട്. റൈറ്റ് ടെയിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിജക്ഷൻ റീജിയൻ റൈറ്റ് സൈഡിലാണ് ലൈ ചെയ്യുന്നത്. ലെഫ്റ്റ് ടെയിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ റിജക്ഷൻ റീജിയൻ ലെഫ്റ്റ് സൈഡിലാണ് ലൈ ചെയ്യുന്നത്. ഇതാണ് 2 ടൈപ്പ്, റൈറ്റ് ടെയിൽഡ് ടെസ്റ്റും ലെഫ്റ്റ് ടെയിൽഡ് ടെസ്റ്റും. 2 tailed ടെസ്റ്റ്. 2 tailed ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെഞ്ച് മാർക്ക് വാല്യൂന്ന് 2 ഡയറക്ഷനിലോട്ടും ഡീവിയേഷൻ പോസിബിൾ ആവുന്ന കണ്ടീഷനിലാണ് 2 tailed ടെസ്റ്റ് ചെയ്യുക. ക്രിട്ടിക്കൽ റീജിയൻ അല്ലെങ്കിൽ റിജക്ഷൻ റീജിയൻ 2 ടെയിൽസിലും ലൈ ചെയ്യുന്നുണ്ട്. സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഏതെങ്കിലും ഒരു ടെയിലിൽ ഫോളോ ചെയ്താലും ഹൈപ്പോത്തിസിസ് എന്താണ്, റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റിൻ്റെ 2 ടൈപ്പ്. 1 tailed ടെസ്റ്റും ഉണ്ട്, 2 tailed ടെസ്റ്റും ഉണ്ട്. അടുത്തത് എറേഴ്സ് ഇൻ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ്. കഴിഞ്ഞ ടോപ്പിക്ക് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. 2 ടൈപ്പ് ഓഫ് എറേഴ്സ് ആണ് ഒരു ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവാൻ ചാൻസ്. ഫസ്റ്റ് ടൈപ്പ് 1 എറർ, അതിന് ആൽഫ എറർ, ഫാൾസ് പോസിറ്റീവ് എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു ട്രൂ നൾ ഹൈപ്പോത്തിസിസ് ഇൻകറക്റ്റ്ലി റിജക്റ്റ് ചെയ്യുമ്പോഴാണ് ടൈപ്പ് 1 എറർ ഒക്കർ ചെയ്യുന്നത്. ഒരു എഫക്റ്റോ ഡിഫറൻസോ ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിലും അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് കൺക്ലൂഡ് ചെയ്യുമ്പോഴാണ് ഈ ടൈപ്പ് 1 എറർ എന്ന് പറയുക. ആൽഫ വെച്ചിട്ടാണ് ഇതിനെ ഡിനോട്ട് ചെയ്യുക. എക്സാമ്പിളാണ്, നമുക്ക് ശരിക്കും കൊറോണ വൈറസ് ഉണ്ടാവില്ല, പക്ഷേ COVID-19 ടെസ്റ്റ് പോസിറ്റീവാണ്. അപ്പോൾ അത് COVID-19 ടെസ്റ്റ് സ്റ്റേറ്റ് ചെയ്യുന്നത് നമുക്ക് വൈറസ് ഉണ്ട്, പക്ഷേ നമുക്ക് ശരിക്കും ആ വൈറസ് ഇല്ല. അപ്പോൾ അതിനെയാണ് ഫാൾസ് പോസിറ്റീവ് എന്ന് പറയാം. ടൈപ്പ് 2 എറർ അല്ലെങ്കിൽ ബീറ്റ എറർ, ഫാൾസ് നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാൾസ് നൾ ഹൈപ്പോത്തിസിസ് ഇൻകറക്റ്റ്ലി ആക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് ഇത് ഒക്കർ ചെയ്യുന്നത്. ബീറ്റ എന്ന് വെച്ചിട്ടാണ് ഇത് ഡിനോട്ട് ചെയ്യുക. ശരിക്കും അവിടെ ഒരു എഫക്റ്റോ അല്ലെങ്കിൽ ഡിഫറൻസോ ഉണ്ടെങ്കിലും ആ ഡിഫറൻസ് ഇല്ല അല്ലെങ്കിൽ എഫക്റ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യുകയാണ് ഈ ടൈപ്പ് 2 എററിൽ വരുന്നത്. എക്സാമ്പിളാണ്, COVID-19 ടെസ്റ്റ് ശരിക്കും നമുക്ക് പോസിറ്റീവാണ്, പക്ഷെ നമുക്ക് ഓൾറെഡി ആ ഒരു കൊറോണ വൈറസ് ഉണ്ട്, പക്ഷേ കൊറോണ വൈറസ് ഇല്ല എന്ന് ആ ഒരു ടെസ്റ്റ് സ്റ്റേറ്റ് ചെയ്യുമ്പോഴാണ് ടൈപ്പ് 2 എററായിട്ട് മാറുക. നമ്മൾ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് 4 പോസിബിൾ ഔട്ട്കംസ് ആണ് നമുക്കുള്ളത്. ഒന്ന്, H0 ട്രൂ ആണ്, അപ്പോൾ ആ H0നെ ആക്സെപ്റ്റ് ചെയ്യാം. H0 ഫോൾസ് ആണ്, H0നെ റിജക്റ്റ് ചെയ്യുക. ഇത് രണ്ടും അവിടെ എറർ ഒന്നുമില്ല. അടുത്ത 2 കേസാണ് എറർ ഉള്ളത്. അതായത് H0 ട്രൂ ആയിരിക്കും പക്ഷേ അതിനെ റിജക്റ്റ് ചെയ്യും. H0 ഫോൾസ് ആണെങ്കിൽ അതിനെ ആക്സെപ്റ്റ് ചെയ്യും. അത് ഫസ്റ്റ് വൺ ആണ് ടൈപ്പ് 1 എറർ, ഫാൾസ് പോസിറ്റീവ്. സെക്കൻഡ് വൺ ആണ് ടൈപ്പ് 2 എറർ, ഫാൾസ് നെഗറ്റീവ്. ഇതാണ് എറേഴ്സ് ഇൻ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ്. അടുത്തത് പി വാല്യൂ. പി വാല്യൂവിനെ പ്രോബബിലിറ്റി വാല്യൂ എന്നാണ് പറയുക. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രോബബിലിറ്റി ഓഫ് ഒബ്റ്റെയിനിങ് എ റിസൾട്ട് ഈക്വൽ ടു ഓർ മോർ എക്സ്ട്രീം ദാൻ ദ വൺ ആക്ച്വലി ഒബ്സർവ്ഡ്, അസ്യൂമിങ് ദാറ്റ് നൾ ഹൈപ്പോത്തിസിസ് ഇസ് ട്രൂ. നൾ ഹൈപ്പോത്തിസിസ് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തിട്ട് ആക്ച്വലി ഒബ്സർവ് ചെയ്തിട്ടുള്ള വാല്യൂവിനെക്കാട്ടിലും ഈക്വൽ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ മോർ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു വാല്യൂ കിട്ടാനുള്ള പ്രോബബിലിറ്റി, അതിനെയാണ് പി വാല്യൂ എന്ന് പറയുക. കാൾ പേഴ്സണാണ് പേഴ്സൺസ് കൈ സ്ക്വയർ ടെസ്റ്റിൽ ഇത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ പി വാല്യൂ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പി വാല്യൂ ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു പ്രോബബിലിറ്റി ഓഫ് മേക്കിംഗ് എ ടൈപ്പ് 1 എറർ, ദാറ്റ് ഈസ് റിജക്റ്റിംഗ് എ ട്രൂ നൾ ഹൈപ്പോത്തിസിസ്. P-value help determine whether observed data are statistically significant. Observed data statistically significant ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത് P-value ആണ്. P-value 0.05നെക്കാട്ടിലും കുറവാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആണ്. H0 റിജക്റ്റ് ചെയ്യും, H1 ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. P-value 0.05നെക്കാട്ടിലും കൂടുതലാണെങ്കിൽ അത് സ്റ്റാറ്റിസ്റ്റിക്കലി നോൺ സിഗ്നിഫിക്കൻ്റ് ആണ്. H0 ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, H1 റിജക്റ്റ് ചെയ്യുന്നുണ്ട്. ഹാംഫുൾ ഇൻ്റർവെൻഷൻസിനെ പൊട്ടൻഷ്യലി ഹാംഫുൾ ഇൻ്റർവെൻഷൻസിനെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു മോർ സ്ട്രിഞ്ചൻറ്റ് ആൽഫ ലെവൽ ലെസ് ദാൻ 0.05 ആണ് ചൂസ് ചെയ്യുന്നത്. റിസർച്ച് ക്വസ്റ്റ്യനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ ചൂസ് ചെയ്യുക. അപ്പോൾ ഇതാണ് പി വാല്യൂവിൻ്റെ കേസ് പറയുന്നത്. ഡിഗ്രി ഓഫ് മാഗ്നിറ്റ്യൂഡ്. പി വാല്യൂവിൻ്റെ റേഞ്ച് വളരെ കുറവാണെങ്കിൽ 0.01നെക്കാട്ടിലും കുറവാണെങ്കിൽ ഹൈലി സിഗ്നിഫിക്കൻറ്റ് റിസൾട്ടാണ് ഒബ്റ്റെയിൻ ചെയ്യുക. നിയർ 0.05 ആണെങ്കിൽ ബോർഡർ ലൈൻ സിഗ്നിഫിക്കൻ്റ് ആണ്.
നിയർ 1 ആണെങ്കിൽ നോ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ റിസൾട്ട് ഡസ് നോട്ട് മാറ്റർ സ്റ്റാറ്റിസ്റ്റിക്കലി. അപ്പോൾ ഇതാണ് പി വാല്യൂ, അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ വരുന്നത്. പി വാല്യൂവിൻ്റെ കാൽക്കുലേഷൻ ഏത് ടൈപ്പ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പി വാല്യൂ ഉള്ളത്. അതിൻ്റെ കാൽക്കുലേഷൻ അതിന് ഫോർമുല പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സെഡ് ഇസ് ഈക്വൽ ടു പി മൈനസ് പി ഒ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് പി ഒ ഇൻറ്റു 1 മൈനസ് പി ഒ ഡിവൈഡഡ് ബൈ എൻ. ഇവിടെ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പിൾ പ്രപ്പോർഷനാണ്, പി ഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്യൂംഡ് പോപ്പുലേഷൻ പ്രപ്പോർഷൻ ഇൻ നൾ ഹൈപ്പോത്തിസിസ്, എൻ എന്ന് പറഞ്ഞാൽ സാമ്പിൾ സൈസ് ആണ്. ഇതാണ് പി വാല്യൂവിനെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല. ഇൻ്റർപ്രിട്ടേഷൻ ഗൈഡ് ലൈൻസ്. റിസൾട്ട് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആണെങ്കിൽ ആ ഒരു ഒബ്സർവ്ഡ് ഡിഫറൻസ് ക്ലിനിക്കലി ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്യുക. റിസൾട്ട് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് അല്ലെങ്കിൽ സാമ്പിൾ സൈസ് ലാർജ് ആണോ, ഇനഫ് ടു ഡിറ്റക്ട് എ ക്ലിനിക്കലി ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസ് എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. റിലേഷൻ ടു സ്റ്റഡി പവർ. ദ പവർ ഓഫ് സ്റ്റഡി ഇൻഡിക്കേറ്റ് ദ സ്ട്രെങ്ത് വിത്ത് which we can conclude that there is no real difference between groups. Lack of statistical significance does not always mean H0 is true. It might be due to low power or small sample size. ഇത്രയാണ് നമുക്ക് പി വാല്യൂവിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ്, കോമൺ ആയിട്ടുള്ള സിഗ്നിഫിക്കൻസ് ലെവലും അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനും ഡിസിഷൻ റൂളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ടെസ്റ്റ് ഫോർ സിഗ്നിഫിക്കൻസ്, അതിൻ്റെ പർപ്പസ്, പ്രോസസ് ഓഫ് സിഗ്നിഫിക്കൻസ് ടെസ്റ്റിംഗ്, ടൈപ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ്, 1 tailed ടെസ്റ്റും 2 tailed ടെസ്റ്റും ഉണ്ട്, എറേഴ്സ് ഇൻ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്, ടൈപ്പ് 1 എറർ ആൻഡ് ടൈപ്പ് 2 എറർ, പി വാല്യൂ. പി വാല്യൂ, അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ, കാൽക്കുലേഷൻ, ഡിഗ്രി ഓഫ് മാഗ്നിറ്റ്യൂഡ്, ഇൻ്റർപ്രിട്ടേഷൻ ഗൈഡ് ലൈൻസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇതിൻ്റെ നോട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം, വേണമെങ്കിൽ ജസ്റ്റ് കയറി ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ടോപ്പിക്ക്. അടുത്തൊരു ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അൺടിൽ ദെൻ ഹാപ്പി ലേണിംഗ്.